ക്ലാസ്സോട് 4:30 വീട്ടിലെത്താൻ. അത് 4:30 എത്തുമ്പോഴേക്കും ഞങ്ങളുടെ മയക്കണം തുടങ്ങിയിട്ടുണ്ടാവും. ലെജൻസ് ശക്തിമാനാണ് കണ്ടിരുന്നത്. ഗേൾസ് ഓൺലി പഠിച്ച ഒരു രസം ഉണ്ടാവും. ക്ലാസ്സിൽ ബിറ്റ് വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട് ടീച്ചർമാര്. എന്നെ മാത്രമല്ല, എന്തിനാണ് ആ മൂലക്ക് പോണ ഇത്ര സ്ഥലം ഇവിടെ കിടക്കണില്ല? അതിന്റെ അടി പോയാ. ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ ഡേ. ന്യൂ ഡേ അല്ല, ഇത് നമുക്കൊരു ന്യൂ ഈവനിങ് ആണ്. ഇന്ന് നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കായിരുന്നു, രണ്ടുപേർക്ക് ഓഫാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ ബാൽക്കണിയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചെയർ എടുത്ത് പുറത്തിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമ്മൾ വന്ന് നിൽക്കാറുണ്ട് നോർമലി എല്ലാ ദിവസങ്ങളിലും, പക്ഷേ ഇങ്ങനെ വന്നിരിക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ചെയറൊക്കെ ഇട്ടിരുന്ന് കുറച്ച് നേരം ചായ കുടിച്ചിരിക്കാമെന്ന്. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ പഴയ റിസോർട്ട് ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു റിസോർട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മളെ ഏൽപ്പിച്ചാണ് റിസോർട്ടായിരുന്നു. നമ്മൾ തന്നെ ഇരുന്ന് എല്ലാം ഒരു 5-6 സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ എല്ലാം മാനേജ് ചെയ്യണമായിരുന്നു. ആ റിസോർട്ടിലെ കാര്യം ഉണ്ടോ പറയണേ? അതെ, അത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു തിരക്ക് വരും. ആ തിരക്കായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടം. അവിടെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ബിസി ഉണ്ടാവുള്ളൂ. റിസോർട്ടൊക്കെ അങ്ങനെ ആയിരിക്കുള്ളൂ. അപ്പോൾ മൺഡേ ടു തേഴ്സ്ഡേ ഒക്കെ നമ്മൾ എല്ലാ ദിവസവും ഈവനിങ് ഫ്രീ ഒക്കെ ആയിരിക്കും. അത് ഡേ തുടങ്ങിയ ദിവസം ഫ്രീ ആയിരിക്കും. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ നമ്മൾ സ്റ്റാഫെല്ലാം കൂടിയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ഒനിയൻ ബാജിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ബാൽക്കണിയിൽ വന്നിരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അതാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് പറയാനെന്നെ കാരണം. നമ്മൾ വീട്ടിലിരിക്കും. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എറത്ത് വന്നിരിക്കും. കാരണം നല്ല ചാമ്പയൊക്കെ ആയിട്ട് നല്ല തണലാണ്. അപ്പം ഞങ്ങൾ അവിടെ വന്നിരിക്കും. ഞങ്ങളുള്ളപ്പോൾ ഇടക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇടക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കും ഈ ചായക്കടികൾ. പ്രണവിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഈവനിങ് ആകുമ്പോൾ തറവാട്ടിൽ പോകും. തറവാട്ടിൽ എന്തെങ്കിലും ഉണ്ടാവും. അതായത് അവിടെ തറവാട്ടിൽ ഷോപ്പുണ്ട്. അപ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ കടയിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ അവിടെ നേരെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവിടെ അങ്ങനെയാണ്. ആ ഒരു ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ഈ കാരണന്മാരുള്ള വീടെന്ന് പറഞ്ഞാൽ ഉള്ളൊരു പ്രത്യേകതയാണ്. എൻ്റെ അച്ചാച്ചനൊക്കെ ഉള്ള വീട്ടിൽ എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കും ആൻറ്റി. അന്നെന്ന് പറഞ്ഞാൽ ആ വൈകുന്നേരം ചിലപ്പോൾ റവ കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കും, ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടാക്കും. പക്ഷെ അന്നേരം അത് കഴിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഹെവൻ ഫീലിംഗ് ആയിരുന്നു. ക്ലാസ്സിൽ നിന്ന് വന്ന് ആ ചൂടോടെ അത് കഴിക്കാന്ന് പറയുന്നത്. അതേപോലെ എൻ്റെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ തറവാട് കാണാനായിട്ട് പറ്റും. തറവാട്ടിലാണ് ആൻറ്റി ഇളച്ചമാരൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ തറവാട്ടിലേക്ക് വരുള്ളൂ. അവിടെ എനിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ഉണ്ടാക്കണമല്ല, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് പുട്ടും കടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട്. വൈകിട്ട് അത് കഴിച്ചിട്ട് അവിടെ നിന്ന് തന്നെ കളിക്കാനായിട്ട് പോയിട്ട് ബാഗ് തറവാട്ടിൽ വെക്കണേ. എന്നിട്ട് കളിക്കാൻ പോകും, തിരിച്ചു വരും, എന്നിട്ട് ബാഗ് എടുത്തിട്ടാണ് വീട്ടിൽ വരാൻ. ഞങ്ങൾ 4:30 ആകുമ്പോൾ 4 മണിക്ക് ക്ലാസ്സോട് 4:30 വീട്ടിലെത്താൻ. അത് 4:30 എത്തുമ്പോഴേക്കും ഞങ്ങളുടെ മയക്കണം തുടങ്ങിയിട്ടുണ്ടാവും. കാരണം കിട്ടു ഞാനും എൻ്റെ അനിയൻ്റെ പേരാണ് കേട്ടോ. അനിയൻ്റെ പേരാണ് കിട്ടു. അപ്പോൾ അവരും ഞാനും ഒന്നിച്ചല്ല വന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു പോലെ ഞങ്ങൾ മീറ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ വേഗം ഓടി വീട്ടിലെത്തി മയക്കണം കാണും. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഇവനിതേ വെക്കുള്ളൂ. മായക്കണ്ണൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ശക്തിമാനെ കണ്ട ലവ് ഇറ്റ്. മായക്കണ്ണൻ എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ മായക്കണ്ണനെ പൂക്കിപ്പിള്ളേരാണ് മായക്കണ്ണനെ കാണുന്നത്. ഞങ്ങൾ ലെജൻസ് ശക്തിമാനാണ് കണ്ടിരുന്നത്. എനിക്കറിയത്തില്ല. കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ റീൽസ് പഴയ മെമ്മറീസ് കുത്തിപ്പൊക്കി മായക്കണ്ണൻ്റെ ആയത് മായ അതൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ കിട്ടും എനിക്ക് അയക്കും. ഞങ്ങൾ നെക്സ്റ്റ് ഷെയർ ചെയ്യും. സോ അത് കാണാം. അത് 5 മണിയാകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞ് ട്യൂഷന് പോവുക. അപ്പോഴൊന്നും ഞങ്ങളൊന്നും കഴിക്കൊന്നുമില്ല. കാരണം ഞാനൊന്നും ചെയ്യത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് 6:30 കഴിയുമ്പോൾ വരുമ്പോൾ പിന്നെ വിശന്ന് വലഞ്ഞ് വന്ന് ഞങ്ങൾ ചായ ഇതുപോലെ അമ്മ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിക്കുക. പിന്നെ അങ്ങ് പഠനം തുടങ്ങുമെന്നും പറയണ്ടാക്കിയത്. ഇവിടില്ലേ ക്ലാസ്സിൽ ബിറ്റ് വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട് ടീച്ചർമാർ. എന്നെ മാത്രമല്ല, ആ ക്ലാസ്സിൽ എല്ലാവരും വെച്ച് ഞങ്ങൾ ക്ലാസ് ഫുള്ള് പൊക്കി. ബിക്കോസ് കെമിസ്ട്രി ആയിരുന്നു തോന്നുന്നു. കെമിസ്ട്രി എക്സാം ആയിരുന്നു. ബോയ്സ് ബിറ്റ് വെക്കും, പക്ഷെ ഗേൾസ് ഒന്നും ഞങ്ങളുടെ ക്ലാസ്സിൽ ബിറ്റ് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ പഠിച്ചാണ് പാസ്സാവണത്, അല്ലാണ്ട് ബിറ്റ് വെക്കുള്ളൂ. അത് ആക്ച്വലി അന്ന് ഓർക്കാൻ വേണ്ടി വെച്ചത് ഇല്ല. അന്ന് അത് ഭയങ്കര ഒരു ക്രൈമായിട്ട് നമുക്ക് ഭയങ്കര ഷെയിമായി വീട്ടിൽ നിന്നൊക്കെ വിളിപ്പിച്ചു. എന്നെ പിടിച്ചു. ഞാൻ എല്ലാരെയും പറഞ്ഞു കൊടുത്തു. ഇതിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അത് ഉപകാരം എന്ന് വെച്ചാൽ സ്വഭാവം എന്ന് പറയാം. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ബിറ്റ് വെച്ച എല്ലാ പെണ്ണുകളും കാണിച്ചു കൊടുത്ത് ഞാൻ എല്ലാവരെയും പറഞ്ഞു കൊടുത്ത്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, ന്യായീകരിക്കല്ല. പക്ഷേ നമ്മളത് എന്താ പറയുക,
മറ്റുള്ളവർ ചെയ്തു വെച്ചതിനെയാണ് നീ പറയണത്. അല്ല, അതൊരു മിസ്റ്റേക്ക് ആണ്. പക്ഷെ ഇന്ന് എനിക്കതൊരു ഫണ്ണായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാനത് വെക്കണേണ്ടത് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ, ഞാൻ 10th വരെ കോൺവെന്റിൽ പഠിച്ച ആളാ. അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിള്ളേർ 3 പിള്ളേർ നിൽക്കുകയാണ്. നമുക്ക് അവിടെ എന്ത് വേണേലും ചെയ്യാമായിരുന്നു. കാരണം ഒരു ക്ലാസ്സിൽ അത്ര വലിയ ഇതൊന്നും നോക്കില്ല, അത്ര ഇതായിട്ട് നോക്കത്തില്ലായിരുന്നു. അവിടെ വരെ അന്ന് അത്രയും നാളുണ്ടായിട്ട് നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാവരും ചെയ്യുന്നുണ്ടപ്പോൾ നമ്മൾ ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ പിടിച്ചു. നമുക്കിത് പറ്റാത്ത പണിയായതുകൊണ്ട് നമ്മൾ പിടിച്ചു. കാരണം എക്സ്പേർട്സ് ഇവിടെ ഇരിപ്പുണ്ട്. എന്നാലും പിടിച്ചില്ലേ? എന്നൊന്നും പിടിച്ചിട്ടില്ല. അത് ഒരു ക്ലേവർ അല്ല പ്രണവ്, അതൊരു ഭയങ്കര ഇതായിട്ട് പറയല്ലേ. എനിക്ക് ഈ പണി അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു കാര്യമാണ്. ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എന്നെ പിടിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഷെയിമായി. ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. നമ്പരുത്, ഇവിടെ നമ്പരുത്. എക്സ്പേർട്സ് എവിടെ ഉണ്ട്. ഇവൻ കല്യാണം കഴിഞ്ഞിട്ട് സപ്ലിക്ക് പോയ ആളാണ്. ഈ കല്യാണം കഴിഞ്ഞ് മോളിൽ എന്താണ് മോനെ തലക്കടിക്കണേ? ഈ സ്റ്റോറീസ് ഒക്കെ കേട്ടവൻ തലക്കടിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇവൻ മോളിൽ ഞങ്ങൾക്ക് വേറൊരു റൂമുണ്ട്. ആ ഒരു പോർഷൻ നമ്മൾ റെന്റിന് കൊടുക്കുന്ന പോർഷനാണ്. അപ്പം അന്ന് റെന്റ് ആരും ഇല്ല. അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഇവനിരുന്ന് എഴുതണത്. എന്നിട്ട് മുകളിൽ നമ്മൾ കുറച്ച് എഴുത്തൊന്നല്ല കാലത്ത്, പിന്നെന്തുട്ടാ എഴുത്തല്ല. അത് വെയിറ്റ് എഴുതിയിട്ടുണ്ട് പ്രണവ്. ഹലോ, പ്രണവ് എഴുതിയിട്ട് പ്രണവ് അലക്കാൻ നേരത്ത് പ്രണവിന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ അതെടുത്ത് അത് പറത്തി കളഞ്ഞിട്ടുണ്ട്. അതുണ്ട്. പിന്നെ അതിന് മുന്നേ നമ്മള് പറവൂര് പോയിട്ട്, എന്നെ കാണുന്നുണ്ടോ ഗൈസ്, നമ്മള് പറവൂര് പോയിട്ട് ഒരു ചേച്ചിയുടെ പോയിട്ട് ചേച്ചി പ്ലീസ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇവൻ ഷോർട്ടാക്കി. അങ്ങനെ എന്തല്ലേ പറയാ, ഷോർട്ടാക്കിയിട്ട് ആ ചേച്ചി ടെക്സ്റ്റ് ബുക്കിലാ. ഞാനൊരു പഠിക്കുന്ന കൊച്ചിൻ്റെ അടുത്ത് ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എസ്സേകളും മാർക്ക് ചെയ്ത് വാങ്ങിയിട്ട് അത് ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പിൽ പോയിട്ട് 25 പറയും. 25 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ആവും. എല്ലാ വലിയ പേജുകളും ഇത്ര ആവും. നമുക്ക് വായിക്കാൻ പറ്റും. അതാണ് ഇത് പറയുന്നത്. അങ്ങനെ ചേച്ചി പ്ലീസ് ചേച്ചി, ആ കടയിലൊന്ന് തിരക്കാണ്. അപ്പോൾ ആ ചേച്ചി പഠിച്ചെഴുതിയാൽ പോരെ മോനെ, എന്ന് ചേച്ചി ജീവിത പ്രശ്നമാണ് ചേച്ചി, സമയമില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു ഓക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വാ, ഞാൻ ആക്കി വെക്കാന്ന് പറഞ്ഞു. ചേച്ചി അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മളെവിടെയോ പോയിട്ട് നമ്മൾ വന്നു. പ്രണവ് അതൊക്കെ എടുത്തിട്ടാണ് പോയത്. സോ അവൻ എക്സ്പേർട്ടാണ്. അവരിതായി. അതിനൊക്കെ ഒരു കാരണമുണ്ട്. അന്നൊക്കെ സപ്ലൈ ചെയ്താൽ വന്നത് ബാംഗ്ലൂരിൽ നിന്ന് വരണം അല്ലേ. ബാംഗ്ലൂർ പഠിക്കാൻ പോയ ഞാൻ പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്നുണ്ട്. അന്ന് ഏതൊരു വീട്ടിൽ ഞാൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ പോകാനിടയ്ക്ക് പിന്നെ എനിക്ക് ഈ ഡിഗ്രിയുടെ സപ്ലൈ പഠിക്കാൻ സമയമുണ്ടോ? പഠിക്കാൻ സമയമില്ല. അതൊന്നും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, എക്സാമിൻ്റെ തലേദിവസം വരുന്നു. തലേദിവസമല്ല, 1-2 ദിവസം മുമ്പ് വന്നിട്ട് എൻ്റെ സാവന്ത കൊച്ചുണ്ട്, അവളാണ് എന്നെ ആ ഡിഗ്രി പാസ്സാക്കി തന്നത്, പഠിപ്പിച്ച് പാസ്സാക്കിയത് അവളാണ്. അപ്പോൾ അവളുടെ അടുത്ത് പോയിട്ട് ബുക്കിലുള്ള എല്ലാം നോട്ട് ചെയ്ത് വാങ്ങിയിട്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാം നോട്ട് ചെയ്ത് വാങ്ങിയിട്ട് ഞാൻ നേരെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കും. അവർ 25 തരും. ഞാനത് നൈറ്റിൽ നിന്ന് കട്ട് ചെയ്ത് മെനു അത് എഴുതിയെന്ന് അറിയോ, ഏതൊക്കെ പോർഷൻ എവിടേക്ക് ഇരിക്കണമെന്ന് അറിയാനാണ് ഞാൻ എഴുതിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ അന്ന് പിടിച്ചപ്പോൾ ഉണ്ടായ ഒരുത്തനെ അവിടെ ഇതുപോലെ ഷോർട്ടാക്കി കൊണ്ടുവന്ന് അപ്പം ഞങ്ങൾ കാണിച്ചു തന്നേടി ഇതൊക്കെ എടി ഞാൻ ഷോർട്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചാൽ ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഓ ഗോഡ്, ഇവൻ വെച്ചതൊക്കെ ഉണ്ട്, ഇവന് വെച്ചതെല്ലാം വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം ഞാൻ വായിക്കുവാൻ എന്തിനാണ് ആ മൂലക്കേക്ക് പോണ? ഇത്ര സ്ഥലം ഇവിടെ കിടക്കണില്ല. അതിന്റെ അടി പോയാക്കണം. അപ്പൊ ഞാൻ എക്സാം കഴിഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു എടാ നീ വെച്ചതെല്ലാം വന്നല്ലേടാ ചോദിച്ചപ്പോ പറയാ ഞാനൊന്നും എഴുതിയില്ലടി, ഞാൻ വെച്ച സ്ഥലങ്ങൾ മറന്നുപോയിന്ന്. അതാണ് തെറ്റ്. എനിക്ക് ഉറപ്പാണ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത്, അതൊക്കെ എൻ്റെ ഉണ്ടാവുന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ എവിടെയുള്ളതെന്ന് മാത്രമേ ഞാൻ എഴുതുള്ളൂ. കൈ കൊണ്ട് എഴുതുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ പറയാ, ഇൻഡെക്സ്, അതായത് ബുക്കിന്റെ ഫ്രണ്ടിലൊരു ഇൻഡെക്സ് ഉണ്ടാവുമല്ലോ, ഏതൊക്കെ പേജിൽ ഉണ്ടാവുന്നത്. അതേപോലെ ഏതൊക്കെ ക്വസ്റ്റ്യൻ, ഏതൊക്കെ ആൻസർ എവിടേക്ക് ഇരിക്കണേന്ന്, ബെൽറ്റിന്റെ ഈ സൈഡിൽ പറഞ്ഞാൽ ഷൂവിന്റെ ഇടയിൽ, ഈ ലെഫ്റ്റ് സൈഡിലെ ഷൂവിന്റെ ഇടയിൽ ഏതാണെന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഈ പേപ്പർ ഈ ഇൻഡെക്സ് ഞാൻ എഴുതി വെച്ചാണത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ എവിടെ ഇരിക്കണമെന്ന് അറിയാം. അപ്പോൾ 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് എഴുതും. എസ് ഒക്കെ ഞാൻ ആദ്യമേ തീർക്കും. ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ എസ് തീർന്നുണ്ട്.
സോ അതാണ് ഞങ്ങളിത് ഒരു ഭയങ്കര ഇതായിട്ട് പറയല്ല, സ്റ്റിൽ ഇറ്റ്സ് എ മിസ്റ്റേക്ക്. പഠിച്ച് പാസ്സാവണവര് ഇപ്പൊ വെറുതെ ആയില്ലേ, അങ്ങനെ വെറുതെ ആയൊന്നുമില്ല, എങ്ങനെയായാലും പാസ്സായാൽ മതി. അങ്ങനെയല്ല, നമ്മൾ പഠിക്കാനുള്ള സമയത്ത് പഠിക്കാം. അതായത് പഠിക്കാൻ വിട്ടപ്പോ പഠിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടി പഠിക്കാൻ സീരിയസ്ലി പഠിച്ച് പാസ്സാവാം. പക്ഷെ ഞാൻ സീരിയസ്ലി പറയാം, ഞാൻ ആ സംഭവത്തിന് ശേഷം ഞാൻ ഇത് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഡിഗ്രി ചെയ്തു. ഡിഗ്രിക്കൊക്കെ ഞാൻ എന്തിട്ടാണ് ഞാൻ ഇഗ്നു ആണ് ചെയ്തത്. എന്താ അതിനെ പറയണത്? ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഒരു കുഴപ്പമില്ല, ആരും നോക്കാനും പിടിക്കാനൊക്കെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇന്ന വരെ ചെയ്തിട്ടില്ല നമ്മൾ. സോ സ്റ്റിൽ നമ്മളിത് എന്റർടൈൻ ചെയ്യല്ല. എല്ലാവരും ഇത് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇതൊരിക്കലും എന്റർടൈൻ ചെയ്യല്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാം. സീരിയസ്ലി ഉപദേശം കേട്ടോട്ടാ, സീരിയസ്ലി ബിറ്റ് വെച്ച് പോക്കിട്ടാണ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നേ വരെ ലൈഫിൽ ചെയ്തിട്ടില്ല. എനിക്ക് അറിയാത്തൊരു പണി ആയതുകൊണ്ട് എന്നെ അത് പിടിക്കുകയും ചെയ്തു. നമുക്കതൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട് കോൺവെന്റ് പഠിക്കുമ്പോൾ. പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല. സ്റ്റീഫൻ ഈ പണി ചെയ്യൂല. അല്ല, നമ്മളത് ചെയ്തിട്ടില്ല. പിന്നെ പറഞ്ഞ എല്ലാരും ചെയ്യണണ്ടപ്പോ നമ്മ വിചാരിച്ചോ എന്നതിപ്പോ എളുപ്പമായല്ലോ നേരത്തെ ചെയ്തതാ. എനിക്കറിയാത്ത പണിയായതുകൊണ്ട് എന്നെ പിടിച്ചു. തിരുപ്പതിയായി, അമ്മനെ വിളിച്ചു പറഞ്ഞു, തിരുപ്പതിയായി ഭഗവാനെ, തിരുപ്പതിയായി. അയ്യോ, ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്ലസ് 1 പ്ലസ് 2 ലൈഫ് എനിക്ക് ഹൊറിബിൾ ആയിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ലൈഫായിരുന്നു പ്ലസ് 1 പ്ലസ് 2. എനിവേ അതൊക്കെ കഴിഞ്ഞു, നമ്മളിപ്പോൾ ഇവിടെ എത്തുന്നു. മൂവ്ഡ് ഓൺ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മളുടെ കാലഘട്ടം. പക്ഷേ എൻ്റെ ലൈഫിൽ, എൻ്റെ പഠന കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് എൻ്റെ കോൺവെൻറ്റ് ജീവിതമായിരുന്നു. അവിടെ പഠിച്ചിരുന്നപ്പോൾ ഗേൾസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഗേൾസ് ഓൺലി പഠിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അവിടുത്തെ വില. ഗേൾസ് ഓൺലി പഠിച്ച ഒരു രസം ഉണ്ടാവും. ട്രസ്റ്റ് മീ ഫ്രണ്ട്, നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഒരു പണ്ടവർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയെന്ന്. പക്ഷെ നമ്മൾ അവിടുത്തെ രാജാവിൻ്റെ അഗ്നികളൊക്കെയായിരുന്നു. സീരിയസ്ലി അവിടെ അതാണ് ലോകം. അവിടെ പഠിച്ച് ഇറങ്ങിയവർക്ക് മനസ്സിലാവും. ആ ഒരു ലൈഫായിരുന്നു ബെസ്റ്റ്, സീരിയസ്ലി. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈവനിങ് സമയങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് ചായ പിടിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ പഴയ ഈവനിങ്ങിലേക്ക് ഒന്ന് പോയി നോക്കിയതാണ് അല്ലേ ആദി? സോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും ആരും മോട്ടിവേഷനായിട്ട് എടുക്കണ്ട. ഇതൊരു പഞ്ചായത്തൊന്നും എടുക്കരുത്. സ്റ്റിൽ അതൊരു ഫൺ. ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു ഫണ്ണാണ്. പക്ഷെ അന്ന് നമ്മൾ അതിൻ്റെ ഒരു ട്രോമയൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സോ എപ്പോഴും നല്ല പഠിക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ് ചൂസ് ചെയ്യുക. മറ്റുള്ളവർ പറയണ കേട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് പറ്റാത്ത പണിയാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ പിടിക്കുന്നതായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അതാണ് മനസ്സിലായത്. അതാണ് കീത്തുന് പറഞ്ഞു തരാനുള്ളത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു. ബൈ ബൈ. അതെ.